സാധാരണ സ്റ്റോക്കുകളിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് റിസ്ക് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഇൻഡിവിജ്വൽ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ അറിയാത്തവർക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ETF ആണ്. ETF-കൾ താഴോട്ട് പോയാൽ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, പക്ഷേ സ്റ്റോക്കുകൾ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ റിസ്ക് ആണ്. ഇൻഡെക്സ് ഫണ്ടും ETF-ഉം കമ്പാരിറ്റീവ്ലി റിട്ടേൺ വൈസ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്. തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സെക്ടോറിയൽ വൈസ് പോവാതിരിക്കുക, പകരം നമ്മളൊരു ഇൻഡെക്സ് വൈസ് പോവാന്നുള്ളതാണ്. ET ടോക്സിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഓഹരി പഠന CEO നിഖിൽ മാത്യു. നമസ്കാരം. സാധാരണ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നതും ETF-കളിൽ നിക്ഷേപിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ലളിതമായിട്ടൊന്ന് പറയാം. സാധാരണ സ്റ്റോക്കുകളിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് റിസ്ക് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ 50% അല്ലെങ്കിൽ 70%, 90% വരെയൊക്കെ താഴോട്ട് പോവാം. പക്ഷെ നമ്മളൊരു ETF-ലാണ് നിക്ഷേപിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ ഒരു ഇൻഡെക്സിന്റെ ETF ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സെക്ടറിന്റെ ETF ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കൊമോഡിറ്റിന്റെ ETF ആയിരിക്കും. സോ അതിന്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. മേ ബി 20%, 30%. ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലാണ് ഒരു ഇൻഡെക്സ് ഇല്ലെങ്കിൽ ഒരു സെക്ടറൊക്കെ 30-40% ഒക്കെ വീഴുക. സോ കമ്പാരിറ്റീവ്ലി റിസ്ക് വളരെ കുറവാണ് എന്നുള്ളതാണ് ETF-ൽ നിക്ഷേപിക്കുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ്സ് കമ്പാരിറ്റീവ്ലി സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നതുമായിട്ട് നമ്മൾ വെച്ച് നോക്കുമ്പോൾ. വ്യക്തിഗത ഓഹരികൾ തിരഞ്ഞെടുക്കാൻ പേടിക്കുന്ന ഒരാൾക്ക് ETF എത്രത്തോളം ഗുണകരമാണ്? തീർച്ചയായിട്ടും ഒരു ബിഗിനർക്കാണെങ്കിലും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ അറിയാത്തവർക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ETF ആണ്. അതിലൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് നമ്മൾ മേടിച്ചു, താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ് ആ സ്റ്റോക്ക് തിരിച്ച് കയറി വരുമോ, ഇല്ലെങ്കിൽ പല ആൾക്കാരും സ്റ്റോപ്പ് ലോസോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫോളോയും ചെയ്യത്തില്ല. പക്ഷെ ഒരു ETF-ന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഒരു സ്റ്റോക്ക് ഒരു ETF മേടിച്ച് അത് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഒരു സെക്ടർ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് വീണ്ടും വളരെ വില കുറഞ്ഞ് അവർക്ക് ലഭിക്കുകയാണ്. സോ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ETF-കൾ താഴോട്ട് പോയാൽ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, പക്ഷേ സ്റ്റോക്കുകൾ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ റിസ്ക് ആണ്. സോ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ അറിയത്തില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ETF-ൽ ട്രേഡ് എടുക്കുന്നതോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ തന്നെയാണ്. ഇൻഡെക്സ് ഫണ്ടുകളെ അപേക്ഷിച്ച് ETF-നുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? ഇൻഡെക്സ് ഫണ്ടും ETF-ഉം കമ്പാരിറ്റീവ്ലി റിട്ടേൺ വൈസ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പ്രത്യേകിച്ച് 2-3 വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡെക്സ് ഫണ്ടിലെ എക്സ്പെൻസ് റേഷ്യോസ് കൂടുതലാണ്. ETF-കളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെൻസ് റേഷ്യോസ് കുറവാണ്. ഇനി പക്ഷേ ETF-കളിൽ നമുക്ക് ബ്രോക്കറേജസ് വരുന്നുണ്ട്, ചാർജസ് വരുന്നുണ്ട് നമ്മൾ മേടിക്കുമ്പോൾ. എന്നാൽ ഇൻഡെക്സ് ഫണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട് വഴി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജസ് വരുന്നില്ല. ആസ് എ ട്രേഡർ എനിക്ക് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്സ് തോന്നിയിട്ടുള്ളത്, ഇന്ന് മാർക്കറ്റ് ഒരു 5% വീണു, ഇപ്പൊ സപ്പോസ് ഒരു ഇലക്ഷന്റെ ന്യൂസ് വരുമ്പോഴോ ഇല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു പാനിക് ക്രിയേറ്റ് ആകുന്ന സമയത്ത് ഒരു ഇൻഡെക്സ് 5% വീണിട്ടുണ്ടെങ്കിൽ എനിക്ക് മാർക്കറ്റിൽ ആ 5% ഇടിഞ്ഞ സിറ്റുവേഷനിൽ എനിക്ക് ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സെയിം ടൈം ഇൻഡെക്സ് ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്നേരം ഓർഡർ ഇട്ടാലും നെക്സ്റ്റ് ഡേ വൈകുന്നേരമേ അത് എക്സിക്യൂട്ട് ആകത്തുള്ളൂ, ഒരു മ്യൂച്വൽ ഫണ്ട് ആയതുകൊണ്ട് തന്നെ. സോ ആക്ച്വലി നമുക്ക് അവിടെ ആ ഒരു 5% ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ മിസ്സാവും. എനിക്ക് തോന്നുന്നു 2024 ജൂണിലാണ് നമ്മുടെ ഇലക്ഷൻ വന്നത്. ആ സമയത്ത് വളരെ വലിയൊരു ഇതേപോലെ ഒരു 3-4% ഡിപ്പ് വന്നു. പക്ഷെ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ആ മാർക്കറ്റിലെ സഡൻ ഡിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. തുടക്കക്കാർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന 3 ETF-കൾ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഏതൊക്കെയായിരിക്കും? ഓക്കെ, തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സെക്ടോറിയൽ വൈസ് പോവാതിരിക്കുക, പകരം നമ്മളൊരു ഇൻഡെക്സ് വൈസ് പോവാന്നുള്ളതാണ്. അതിനുള്ളിൽ ഒന്നാമത്തത് നമുക്ക് നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് നിഫ്റ്റി ETF സെലക്ട് ചെയ്യുക. രണ്ടാമത്തത് മിഡ് ക്യാപ്പ് 150 ബീസ് ഉണ്ട്, മിഡ് ക്യാപ്പിൻ്റെത്, അത് ചൂസ് ചെയ്യുക. മൂന്നാമത്തത് നമുക്ക് ചെറിയൊരു പെർസെൻറ്റേജ് സ്മോൾ ക്യാപ്പിന്റെ ETF ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഗോൾഡ് ETF കൂടി ഒരു ചെറിയൊരു പെർസെൻറ്റേജ് അലോക്കേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കൂടുതൽ ആളുകൾ ഇപ്പം ഗോൾഡിലാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. അതെ. അപ്പം ആക്ച്വലി ഗോൾഡിലാണ് കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഗോൾഡ് ETF ഒരു ഹെഡ്ജിങ് എന്നുള്ള രീതിയിൽ മാത്രം കൺസിഡർ ചെയ്യുക. പോർട്ട്ഫോളിയോയുടെ ഒരു 5-10% മാത്രം 5-10% മാക്സിമം നമ്മൾ അതിൽ കൊടുക്കാവുള്ളൂ.